മലപ്പുറം അരീക്കോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് 178 വർഷം തടവ് വിധിച്ചിരിക്കുന്ന വാർത്തയാണ് വരുന്നത്. 11 വയസ്സുകാരിയായ മകളെയാണ് പ്രതി ക്രൂരമായി പീഡിപ്പിച്ചത്. പ്രതി മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, ഇയാളൊരു സ്ഥിരം ക്രിമിനലാണെന്ന് കൊണ്ടുകൊണ്ട് സ്വന്തം മകളെ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിച്ചതിനാണ് കടുത്ത ശിക്ഷ തന്നെ നൽകുന്നത്. ഇപ്പോഴും മറ്റൊരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണല്ലേ ഇയാൾ? വിനിത, ഒരു കേസിൽ കോടതി ശിക്ഷിച്ച് ജയിലിൽ കഴിയവേ അതിൽ ജാമ്യത്തിലിറങ്ങിയ ഘട്ടത്തിലാണ് അരീക്കോട് സ്വദേശിയായ പ്രതി വീണ്ടും സ്വന്തം മകളെ 11 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ ഇത്തരത്തിൽ ഒരു വർഷക്കാലയളവിൽ പല തവണയായി പീഡനത്തിനിരയാക്കുന്നത്. പിന്നീട് ഈ കുട്ടി സ്കൂളിലെത്തി അധ്യാപികയോട് സംസാരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്നും അധ്യാപിക ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുന്ന ഘട്ടത്തിലാണ് തനിക്കുണ്ടായ ദുരനുഭവം ടീച്ചറോട് പറയുന്നതും ടീച്ചർ ഇത് പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2021-22 ഘട്ടത്തിൽ തന്നെ ഈ പ്രതി അയൽവാസിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും അതിൽ കോടതി 20 വർഷത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അതിൽ ജാമ്യത്തിലിറങ്ങിയ സമയത്താണ് ഈ പ്രതി ഇത്തരത്തിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ കൂടി ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയാക്കുന്നത്. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയാണ് ഇപ്പോൾ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. പോക്സോ വകുപ്പ് അടക്കം വ്യത്യസ്ത വകുപ്പുകളിലായി 178 വർഷം കഠിന തടവിനും 10 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതിയുടെ ഉത്തരവ്. ഇതിൽ ഏറ്റവും കൂടിയ ശിക്ഷ പോക്സോ വകുപ്പ് പ്രകാരമുള്ള ഏറ്റവും കൂടിയ ശിക്ഷ 40 വർഷം ശിക്ഷയായിരിക്കും ഈ പ്രതി അനുഭവിക്കേണ്ടി വരിക. വിനീത, ശരി, 178 വർഷം തടവാണ് ഇയാൾക്ക് വിധിച്ചിരിക്കുന്ന. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.